ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഹിർഷിതാസ് മെഡ്പോളിയോ. ഫുഡിന്റെ കാര്യത്തിൽ ഒരുപാട് എക്സ്പോഷർ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതല്ലേ. പ്രത്യേകിച്ച് ഈ മലബാർ ഏരിയ എന്നൊക്കെ പറയുന്നത് ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് തന്നെ നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ സെഡൻഡറി ആയിട്ടുള്ള, കൂടുതലും ഈ ഫിസിക്കൽ എഫേർട്സ് വേണ്ടാത്ത എന്നാൽ മെന്റൽ സ്ട്രെസ് കൂട്ടുന്ന തരത്തിലുള്ള ജോലി രീതികളാണ് പലരും ഓപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും കൺസേൺ ആവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ബോഡി വെയിറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഈ ഒരു ലൈഫ് സ്റ്റൈല്, നമ്മൾ ഈ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈഫ് സ്റ്റൈൽ അത്ര ഹെൽത്തി അല്ല. ഇത് നമ്മുടെ ബോഡി വെയിറ്റ് കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ഇത് ഭാവിയിൽ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നൊക്കെയുള്ള കുറച്ച് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് മുന്നിൽ കണ്ട് പലപ്പോഴും ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന രണ്ട് വഴികളാണ്. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വർക്കൗട്ടുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അല്ലെ. ഇപ്പൊ ഡയറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ടും ഇന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എക്സ്പോഷർ ഉണ്ട്. പല വീഡിയോസിലും നമ്മൾ അറിയുന്നുണ്ടാവും, കഴിക്കുമ്പോൾ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കണം. നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, പക്ഷെ എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അല്ലെ. പറഞ്ഞു വരുന്നത് ഈ ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചാണ് കേട്ടോ. ചിലരുടെ ഒക്കെ ഒരു ധാരണ എന്ന് പറയുന്നത് ഈ ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ, പലപ്പോഴും നമ്മളൊരു ഡയറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരുപക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കും. നട്ട്സ്, എപ്പോഴും വെജിറ്റബിൾ സാലഡ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിക്കാന്നുള്ള രീതിയിലേക്ക് വരുമ്പം കുറച്ച് ആളുകളെങ്കിലും, ഞാൻ പറയുന്നത് കുറച്ച് ഏജ് കൂടിയ ആളുകളെങ്കിലും ഈ ഒരു ഡയറ്റിനൊക്കെ അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡുകളൊന്നും അല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത വെച്ചു പുലർത്തുന്നവരായിരിക്കും. ഓരോ നാടിനും ആ നാടിൻ്റെതായ ഒരു ഭക്ഷ്യ സംസ്കാരമുണ്ട് അല്ലെ. ആ നാട്ടിലെ ആളുകൾ ഒരു പിൻപറ്റി പോരുന്ന ഒരു ഭക്ഷണശീലമുണ്ട്. പലപ്പോഴും നമുക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഈ മലയാളികളുടെ കാര്യമൊക്കെ എടുത്താൽ നമ്മൾ ഒരുപക്ഷെ കൂടുതലും ഈ റൈസ് 3 നേരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ആളുകളാണ്. രാവിലെ നമ്മൾ ഈ അപ്പം, പുട്ട്, ഇടിയപ്പം പോലെയുള്ള എന്തെങ്കിലും കഴിക്കുന്നു, ഉച്ചയ്ക്ക് വീണ്ടും റൈസ്, രാത്രി പലപ്പോഴും ഈ റൈസ് തന്നെ വീണ്ടും കഴിക്കുന്നവരാണ് കൂടുതലും. അപ്പൊ നമുക്ക് നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആക്കാമെന്ന് നമുക്ക് നോക്കാം അല്ലെ. പ്രധാനമായും നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അല്ലെ. അപ്പൊ എന്താണ് ഈ ന്യൂട്രിയൻസ് എന്നുള്ളത് നമ്മൾ അറിയണം. പ്രധാനമായിട്ടും 6 തരം പോഷകങ്ങളാണ് ഉള്ളത്. അത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറൽസ് ആൻഡ് റീസെന്റ് വാട്ടറും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 6 തരത്തിലുള്ള പോഷകങ്ങളാണ് ഉള്ളത്. നമ്മളുടെ മീൽസ് എന്ന് പറയുന്നത്, നമ്മളൊരു പ്രത്യേക ഡയറ്റ് ഒന്നും നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല. നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും ഈ പോഷകങ്ങൾ ബാലൻസ് ആയിട്ടുള്ള ഒരു ഫുഡ് രീതി ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, പക്ഷെ അതിന് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉണ്ടായിരിക്കണം, പ്രോട്ടീൻ സോഴ്സ് ഉണ്ടായിരിക്കണം, ഫാറ്റ്, വൈറ്റമിൻ, മിനറൽ സോഴ്സ് എന്തെങ്കിലും അതിൽ വേണം. അതിന്റെ കൂടെ വെള്ളം, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ വേണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്ക് നോക്കാം എന്താ ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് അല്ലെ. ന്യൂട്രിയൻസിനെ പ്രധാനമായും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. നമ്മൾ കൂടുതൽ അളവിൽ എടുക്കുന്ന പോഷകങ്ങളെയാണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ആയിട്ട് വരും. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ എടുക്കുന്ന അത് വൈറ്റമിൻ ആൻഡ് മിനറൽസ് ആണ്. എന്താണ് ഈ കാർബോഹൈഡ്രേറ്റ്? നമ്മൾ മലയാളികൾക്ക് ഇത് വളരെ സുപരിചിതമാണ്. കാരണം നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്ന പുട്ട്, അതുപോലെ തന്നെ അരി ഭക്ഷണങ്ങള്, അതിലുള്ള അരി, അതേപോലെ തന്നെ ചോറ്, ലഞ്ചിന് കഴിക്കുന്ന ചോറ്, ഈ അരി, അതുപോലെ തന്നെ ചപ്പാത്തി എടുക്കുന്നവരാണെങ്കിൽ അതിലുള്ള വീറ്റ് പോലുള്ള സിറിയൽസ് ആണ് പ്രധാനമായിട്ടും ഈ കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് ആയിട്ട് പറയുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ ഈ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ബോഡിയുടെ മെയിൻ എനർജി സോഴ്സ്. എനർജി എന്ന് പറയുന്നത് നമുക്ക് അന്നത്തെ
ആ ഒരു ദിവസത്തേക്ക് വേണ്ട വർക്ക് ചെയ്യാനുള്ള എല്ലാ ഊർജവും ഈ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തില് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ്. പക്ഷെ ഇതൊരളവിൽ കൂടുതലാവുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് എനർജി നമ്മൾ എടുക്കുമ്പോൾ എന്താ ചെയ്യുക, ഈ എനർജി പല രൂപത്തിൽ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യും അല്ലെ. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു ലിമിറ്റ് വെച്ച് കഴിക്കാവൂ. അപ്പം പുട്ടൊക്കെ നമുക്ക് കഴിക്കാം, പക്ഷെ അത് എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യുന്നുണ്ട്. ഇത് ഇനി എങ്ങനെ നമുക്ക് ബാലൻസ്ഡ് ആക്കാം. രാവിലെ ഞാൻ പുട്ട് കഴിക്കുന്നു, പുട്ട് കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് നമ്മുടെ ബോഡിയിൽ തരുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു പ്രോട്ടീൻ സോഴ്സും കൂടെ വൈറ്റമിൻ മിനറൽസും എല്ലാം ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പ്രോട്ടീൻ? പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയില് ബിൽഡപ്പ് മെക്കാനിസം, കൂടുതലായിട്ട് നമ്മുടെ സെൽസ് ടിഷ്യൂസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോഷകമാണ്. ഇപ്പൊ എല്ലാവരും കൂടുതലായിട്ടും ജിമ്മൊക്കെ പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പ്രോട്ടീൻ എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ മസിൽ ബിൽഡപ്പിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോഷകമാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രിഫർ ചെയ്യുന്ന നോൺ വെജ് ഐറ്റംസ് ആയിട്ടുള്ള എഗ്, ഫിഷ്, മീറ്റ്സ്, അതിൽ പ്രത്യേകിച്ച് ചിക്കൻ ഒക്കെ പ്രോട്ടീൻ സോഴ്സ് ആണ്. ഇനി വീഗൻസിന്റെ കേസിലാണെങ്കിൽ ഓൾ കൈൻഡ് ഓഫ് പൾസസ്, ഈ പയറുവർഗ്ഗങ്ങള്, കടല, ഇതെല്ലാം തന്നെ പ്രോട്ടീൻ സോഴ്സ് ആണ്. ഇതിനു പുറമെ പാലും പാൽ പ്രോഡക്ട്സുകളെല്ലാം തന്നെ നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. ഇനി നമുക്ക് ഫാറ്റ് ഒന്ന് എടുത്തു നോക്കാം. എന്താണ് ഫാറ്റ്? ആക്ച്വലി ഫാറ്റും ഒരു എനർജി സോഴ്സ് തന്നെയാണ്. ഈ ഫാറ്റ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്? നമുക്കറിയാല്ലേ, ഫാറ്റ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്, വിസിബിൾ ഫാറ്റും ഇൻവിസിബിൾ ഫാറ്റും. വിസിബിൾ ഫാറ്റ് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബോഡിയിൽ ഒരു കൊളസ്ട്രോൾ വരുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന കാര്യം എണ്ണ പലഹാരങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെ. ഈ പറയുന്ന വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ പോലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഓയിൽസ്, അതുപോലെ നെയ്യ്, ഈ എല്ലാം തന്നെ ഒരു വിസിബിൾ ഫാറ്റിന്റെ സോഴ്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ബോഡിയിലേക്ക് എടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ദിവസം മാക്സിമം ഒരു 30 ഗ്രാം ഓഫ് ഫാറ്റ് ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളൂ. അത് കൂടുതലാവുമ്പോഴാണ് ഇത് പലതരത്തിലേക്കുള്ള ഡിസീസ് കണ്ടീഷനിലേക്കും ഓവർ വെയിറ്റിലേക്കും ഒക്കെ പോകുന്നത്. ഇനി എന്താണ് ഈ ഇൻവിസിബിൾ ഫാറ്റ്? നമുക്കറിയാം, നമ്മൾ ചിക്കൻ ഒക്കെ മേടിക്കുമ്പോൾ ചിക്കനിൽ തന്നെ ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള, ഇനി മീറ്റ് എന്തെങ്കിലും ആണെങ്കിൽ അതിലൊക്കെ തന്നെ ഒരു ഫാറ്റ് സോഴ്സ്, ഒരു വൈറ്റ് കളേർഡ് ഫാറ്റ് നമ്മൾ കാണാറുണ്ട് അല്ലെ. അതാണ് കുറച്ചുകൂടെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫാറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലൊക്കെ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാക്കാൻ കാരണം ആ ഒരു ഇൻവിസിബിൾ ഫാറ്റ് ആണ്. എന്നാൽ ഈ പറഞ്ഞ പ്ലാൻ സോഴ്സിലും ഈ ഇൻവിസിബിൾ ഫാറ്റ് കാണുന്നുണ്ട്. നമ്മുടെ ഓൾ കൈൻഡ് ഓഫ് നട്ട്സിൽ അല്ലെ, നട്ട്സിലെല്ലാം തന്നെ ഒരു ഫാറ്റ് കണ്ടന്റ് ഉണ്ട്. പക്ഷെ ഈ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫാറ്റ് അത് ബോഡിക്ക് എപ്പോഴും സേഫ് ആണ് കേട്ടോ. സേഫ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു പിടി, ഒരു ഫിസ്റ്റ് എന്നാണ് പറയാ, ഒരു പിടി നട്ട്സ് നമുക്ക് ഡെയിലി കഴിക്കാം. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കാണെങ്കിലും കഴിക്കുന്നത് സേഫ് ആണ്. ഒരു പിടി എന്ന് പറയുമ്പോൾ ഒരു 8 to 10 നട്ട്സ് പെർ ഡേ നമുക്ക് വളരെ സേഫ് ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇനി നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കിയാലോ. നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ആൻഡ് മിനറൽസ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് അല്ലെ. ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത്? വൈറ്റമിൻസ് എടുത്തു നോക്കിയാൽ നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കളേർഡ് ഫ്രൂട്ട് കുറച്ചുകൂടെ നല്ല സോഴ്സ് ആയിട്ട് പറയാറുണ്ട് ഓൾ കൈൻഡ് ഓഫ് വൈറ്റമിൻസിന് അല്ലെ. മിനറൽസ് എന്ന് പറയുമ്പോൾ ഈ മണ്ണിൽ വളരുന്ന, മണ്ണ് എന്ന് പറയുന്നത് ഒരു മിനറൽസിന്റെ കലവറ തന്നെയാണ് അല്ലെ. അപ്പൊ മണ്ണിൽ വളരുന്ന ഈ നമുക്കറിയാം റൂട്ടായിട്ട് കിട്ടുന്ന കുറെ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും എല്ലാം തന്നെ ഉണ്ട് അല്ലെ. മരച്ചീനി, അതുപോലത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ മണ്ണിലുണ്ടാവുന്നതാണ്. ഇതെല്ലാം തന്നെ ഒരു മിനറൽസിന്റെ നല്ലൊരു കലവറയാണ്. ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമ്മുടെ ബോഡിയിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ടോക്സിൻസ് അടിഞ്ഞുകൂടുന്നുണ്ട് അല്ലെ. അതിന്റെ പ്രധാന സോഴ്സ് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊല്യൂഷൻസ് കാരണം, നമ്മുടെ സ്ട്രെസ് കാരണം ഒക്കെ പലതരത്തിലുള്ള ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്നുണ്ട്. ഈ ടോക്സിൻസിനെ എല്ലാം റിമൂവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡയറ്റ്
സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പലപ്പോഴും ഗ്ലോറിഫൈ ചെയ്തിട്ട് നമ്മൾ പല വീഡിയോസും കാണാറുണ്ട്. നിങ്ങളിപ്പോ വെജിറ്റബിൾ സാലഡ്സ് മാത്രമാണ് കഴിക്കുന്നത്. പലപ്പോഴും ഈ കൊളോക്കിയലി കിട്ടാത്ത പല വെജിറ്റബിൾസ്, ബ്രോക്കലി എന്നും സുലഭമായിട്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊന്നും കിട്ടാറില്ല. അപ്പം ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ്, നട്ട്സ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഈ ഡയറ്റ് വീഡിയോസിലൊക്കെ കാണിക്കുന്നത്. അപ്പം നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഡയറ്റിനോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും അല്ലെ. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ ആ ഡയറ്റ് നിങ്ങൾ ബാലൻസ്ഡ് ആക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം. പക്ഷെ അത് എത്ര അളവിൽ കഴിക്കുന്നു എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.